നമസ്കാരം. കേരള സ്റ്റോറിയുടെ ട്രെയിലർ നമ്മൾ കണ്ടു കാണും. ഒരു കുട്ടീനെ നിർബന്ധിച്ച് ബീഫ് കൊടുക്കുകയാണ്, വായിൽ കയ്യും കാലൊക്കെ പിടിച്ചിട്ട്. പണ്ട് എൻ്റെ അമ്മ എന്നെ കഫ് സിറപ്പ് തന്നതാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഇതുപോലെ കേരളത്തിൽ ഫ്രീ ആയിട്ട് വായിൽ കുത്തിക്കയറ്റി ബീഫ് തരുന്ന സ്ഥലമുണ്ടെങ്കിൽ ദയവായി പറഞ്ഞു തരണം. ഞങ്ങൾ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഇല്ലാതെ അവിടെ വന്ന് ഭക്ഷണം കഴിച്ചിരിക്കുക. അതാണ് ഞങ്ങൾ മലയാളീസ്. ഇതുകൊണ്ടൊന്നും ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. ആളെ മനസ്സിലായോ? ലക്ഷ്മി മേനോൻ എന്ന വ്ളോഗറാണ്. അങ്ങനെ പറഞ്ഞാൽ ഒരു പക്ഷേ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ഈ ടെലിവിഷൻ അവതാരകനൊക്കെ ആയിട്ടുള്ള മിഥുൻ രമേശിനെ അറിയാമോ? നല്ല സൗണ്ടിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ്. ചില സിനിമയിലുമൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു വിവാദ സിനിമ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ റിലീസായി പോയിരുന്നു. അത് വിവാദമായ സമയത്ത് അതിൻ്റെ ട്രെയിലറൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു മലയാളി പെൺകുട്ടീനെ ബലമായിട്ട് ബീഫൊക്കെ കഴിപ്പിക്കുന്നതായിട്ടായിരുന്നു. അത് കേരളത്തിനെ അപമാനിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കുറേ വിവാദവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് താമസിക്കുന്ന ഇടം പ്രത്യേകം ഇടമായതുകൊണ്ട് അവിടെയുള്ള സുഡാപ്പികളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം അവർ UAE മറ്റൊന്നുമാണ് താമസിക്കുന്നത്. കേരളത്തിൽ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ബീഫ് കുത്തിക്കയറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ വന്ന് കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഒരു വീഡിയോ അങ്ങ് ചെയ്തു. സ്വാഭാവികമായിട്ടും സുഡാപ്പികൾക്കൊക്കെ വലിയ ഇഷ്ടമായി. പക്ഷേ ഇത് ആളുകൾ മറന്ന് തുടങ്ങിയിട്ട് പോലുമില്ല. അപ്പോഴേക്കും ബീഫ് കുത്തിക്കയറ്റുന്ന ഒരു സംഗതി കേരളത്തിൽ നിന്ന് വന്ന് കഴിഞ്ഞിരുന്നു. ഈ മുതലിനെ പറ്റി ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഷിയാസ് കരീം എന്ന് പറഞ്ഞാൽ ഇയാൾ ഇപ്പോൾ 2-3 ദിവസമായിട്ട് അങ്ങ് ബഹിരാകാശത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഒരു 24 മണിക്കൂറിനിടയ്ക്ക് 2-3 തവണ ലൈവിൽ വന്ന് അയാൾ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഓരോ തവണയും അയാളുടെ കയ്യിൽ നിന്ന് പോയി വീണ്ടും വീണ്ടും ശൂന്യാവസ്ഥയ്ക്ക് തന്നെ വിക്ഷേപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുതലാണ് അയാൾ. ഒരു പക്ഷേ ഒരു 2-3 വർഷത്തിന് മുമ്പൊക്കെ ആയിരുന്നുവെങ്കിൽ ചില പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ഇത് ഇങ്ങനെയൊക്കെ ഡയലോഗ് അടിക്കുകയും ഇതുപോലെ റീലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ വിചാരിച്ചതൊക്കെ നടക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അതിനിശ്ചിതമായിട്ടുള്ള ട്രോളും വിമർശനങ്ങളും കൊണ്ട് നിക്കക്കള്ളിയില്ലാതെ ഭൂമിയിലൊന്നും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാവും അതിപ്പോൾ മിഥുൻ രമേശിൻ്റെ ഭാര്യ ലക്ഷ്മി മേനോൻ ആണെങ്കിലും ശരി, അതല്ല ഇനി ഈ ഷിയാസ് കരീം എന്ന് പറഞ്ഞാൽ ഇതിനകം തന്നെ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടീനെ പീഡിപ്പിച്ച കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഈ മുതലാണെങ്കിലും ശരി, എന്തായാലും തുടരെ അയാൾ വന്ന് ലൈവിൽ ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്, എൻ്റെ വലിയ ഫ്രണ്ടാണ് അനു, ഞാൻ അനുവിനെ കൊണ്ട് ബലമായിട്ട് ബീഫ് തീറ്റിച്ചതൊന്നുമല്ല, പന്നിയും ഞാൻ വേണമെങ്കിൽ കഴിക്കും, പക്ഷേ എൻ്റെ കിതാബിൽ പന്നി കഴിക്കുന്നത് ഹറാമായതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത്, അല്ലാതെ എനിക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമൊന്നും ഇല്ല എന്നൊക്കെ പറയുകയും, എന്നാൽ എൻ്റെ കിതാബിൽ പറഞ്ഞിട്ടുള്ളതിനാൽ ഞാൻ പന്നി മാംസം കഴിക്കില്ല എന്നും, എന്നാൽ പന്നി കപ്പയുമായിട്ടൊക്കെ കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണെന്നും ഇയാൾ പറയുന്നുണ്ട്. അതായത് കഴിക്കാത്ത ഇയാൾക്ക് എങ്ങനെയാണ് അടിപൊളി ടേസ്റ്റാണ് എന്ന് പറയാൻ പറ്റുന്നത്? അപ്പോൾ അവിടെയും പൊളിഞ്ഞു അയാൾ. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബഹിരാകാശത്ത് റഹീമിൻ്റെ ഒപ്പം താമസം തുടങ്ങിയിരിക്കുന്നൊരു മുതലായി മാറിയിരിക്കുകയാണ് ഈ ഷിയാസ് കരീം എന്ന് പറഞ്ഞ ഈ വ്യക്തി. അതിനൊപ്പം തന്നെ ആളുകൾ പഴയ കാര്യങ്ങളൊക്കെ മറന്നു കാണുമെന്ന് പറഞ്ഞ് ഒതുങ്ങി നിൽക്കുകയായിരുന്നു ഈ ലക്ഷ്മി മേനോൻ എന്ന ഈ വ്ളോഗറും. പക്ഷേ നമ്മൾ വിടുമോ? കുറച്ച് ദിവസത്തേക്ക് നിങ്ങളും അങ്ങോട്ട് ശൂന്യാകാശത്തേക്ക്, വേണമെങ്കിൽ കെട്ടിയനെ കൂടി വിളിച്ചേക്ക്.